നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലവിലുണ്ട്. നാളെ മധ്യ തെക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിനും വിലക്കുണ്ട്. ഇടുക്കി, എറണാകുളം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതും അറബിക്കടലിൽ മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെയുള്ള ന്യൂനമർദ്ദപാത്തിയും കാലവർഷത്തെ സ്വാധീനിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ രാത്രി വൈകിയും അതിശക്തമായ മഴ പ്രതീക്ഷിക്കാം. നിലവിൽ 2 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നിലവിലുണ്ട്. അതേസമയം നാളെ കൊല്ലം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് നിലവിലുള്ളത്. മഴയോടൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റുവീശാനും സാധ്യതയുണ്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിൽ ഓറഞ്ച് അലർട്ടും, കാസർഗോഡ് ജില്ലയിലെ മൊഗ്രാൽ, പത്തനംതിട്ട ജില്ലയിലെ പമ്പ, കൊല്ലം ജില്ലയിലെ പള്ളിക്കൽ തുടങ്ങിയ നദികളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകി. ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സാഹസിക വിനോദസഞ്ചാരത്തിനും ഖനന പ്രവർത്തനത്തിനും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിരോധനം ഏർപ്പെടുത്തി. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇടുക്കി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 28 വരെ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. 24 തിരുവനന്തപുരം. കാസർഗോഡ് വീരമലക്കുന്ന് ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണുള്ള അപകടത്തിന്റെ ഉത്തരവാദിത്തം കരാർ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസിനെന്ന് ജില്ലാ കളക്ടറുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. അശാസ്ത്രീയമായി മണ്ണെടുക്കരുത് എന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടും കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും മുഖവിലക്കെടുത്തില്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ഉടൻ ചേരും. വീരമലക്കുന്നിടിയാനുണ്ടായ സാഹചര്യം വിലയിരുത്തിയാണ് ജില്ലാ കളക്ടർ K ഇമ്പശേഖറിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ദേശീയപാത കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ അശാസ്ത്രീയ മണ്ണെടുപ്പ് അപകടത്തിനിടയാക്കുമെന്ന് ദേശീയപാത അതോറിറ്റിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2ാം റീച്ചിലും 3ാം റീച്ചിലും നിർമ്മാണ ചുമതലയുള്ള മേഘ കൺസ്ട്രക്ഷൻ കമ്പനി മുന്നറിയിപ്പുകൾ അവഗണിച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. പ്രദേശത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് മുന്നോടിയായി ദേശീയപാത അതോറിറ്റിയോട് സുരക്ഷാ റിപ്പോർട്ട് തേടി. ദേശീയപാത തകർച്ച നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. അലസത കാണിക്കുകയോ അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കാതിരിക്കുകയോ ചെയ്യുന്ന കമ്പനികളുണ്ടെങ്കിൽ അവരോട് കർക്കശ നിലപാട് സ്വീകരിക്കണം എന്ന് കേന്ദ്രമന്ത്രിയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മണ്ണിടിച്ചിൽ വിഷയത്തിൽ മുൻപും പരാതി നൽകിയിട്ടുണ്ടെന്നും എന്നാൽ നടപടിയുണ്ടായില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP. വീരമലക്കുന്നിൽ ആദ്യത്തെ പ്രാവശ്യം മണ്ണിടിഞ്ഞു വീണപ്പോൾ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് അറിയാതെ അനധികൃതമായി 1,75,00,000 രൂപയുടെ മണ്ണ് കടത്തിക്കൊണ്ടുപോയി ഈ കമ്പനി. സോയിൽ നെയിലിംഗ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് സമ്പ്രദായത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ദേശീയപാത നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയ മേഘ കമ്പനിക്കെതിരെ കർശന നടപടിയിലേക്ക് കടക്കാനാണ് നിലവിലെ തീരുമാനം. ഇതിനിടെ പ്രദേശത്ത് ഇനിയും മണ്ണിടിയാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി നാട്ടുകാർ രംഗത്തെത്തി. സമീപ പ്രദേശത്തുള്ളവർ എന്തായാലും മാറിയേ പറ്റൂ. അത്രയും വലിയ അപകടമാണ് ഇനി വരാൻ പോകുന്നത്. ഈ വന്നതല്ല, ഇതിപ്പം ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. ശ്മശാനത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ദിവസം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഭവത്തിൽ ഉന്നതതല യോഗം ചേരാനും തീരുമാനമായി. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി AK ശശീന്ദ്രനും യോഗത്തിൽ പങ്കെടുക്കും. ഇരുഭാഗത്തും പിടിച്ചിട്ട ചരക്ക് വാഹനങ്ങൾ ദേശീയപാതയിലൂടെ കടത്തിവിട്ടു. യാത്രാവാഹനങ്ങൾ നീലേശ്വരം, കോട്ടപ്പുറം വഴിയും ചീമേനി വഴിയും കടന്നുപോകാനാണ് നിർദ്ദേശം. 24 കാസർഗോഡ്. എറണാകുളത്ത് നടക്കുന്ന ജ്ഞാനസഭയുടെ ഭാഗമായി RSS മേധാവിയുടെ ചിന്താ ബൈഠക്കിൽ സർവകലാശാല VC-മാർ പങ്കെടുക്കുമെന്ന് സംഘാടകർ. സർവകലാശാല VC-മാർക്ക് RSS ബന്ധമുണ്ടെന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്കിടയിലാണ് പരിപാടി. കണ്ണൂർ, കാലിക്കറ്റ്, കുഫോസ്, കേരള സർവകലാശാലകളിലെ VC-മാർ പങ്കെടുത്തേക്കും. സംഘപരിവാർ ബന്ധമുള്ള ശിക്ഷാ സംസ്കൃതി ഉദ്ധാൻ നിയാസിന്റെ നേതൃത്വത്തിലാണ് ജ്ഞാനസഭ സംഘടിപ്പിക്കുന്നത്. 25 മുതൽ 28 വരെയാണ് പരിപാടി. സർവകലാശാല VC-മാർ ജ്ഞാനസഭയുടെ ഭാഗമാകുമെന്ന് കൊച്ചിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടകർ. രാജ്യത്തെ വിവിധ IIT, IIM മേധാവികളും പ്രമുഖ കോളേജുകളിൽ നിന്നുള്ള പ്രതിനിധികളും വിദ്യാഭ്യാസ സമ്മേളനത്തിന്റെ ഭാഗമാകും. സർവകലാശാല വിഷയത്തിൽ സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന ഗവർണർ രാജേന്ദ്ര അർലേക്കറും സർവകലാശാല VC-മാരും പരിപാടിയിൽ പങ്കെടുക്കും. കാലിക്കറ്റ്, കണ്ണൂർ, കുഫോസ്, സെൻട്രൽ, കേരള തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലർമാരാണ് എത്തുക. എറണാകുളം പേപ്പതിയിലെ ആദിശങ്കര നിലയത്തിലും
അമൃത വിശ്വാപീഠത്തിലും വെച്ചാണ് പരിപാടി നടക്കുന്നത്. പരിപാടിയുടെ ഭാഗമായുള്ള സർസംഘചാലകിന്റെ പ്രഭാഷണവും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. 24 കൊച്ചി. അതിനിടെ ഇസ്ലാം മത പണ്ഡിതരുമായി ഇന്ന് ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ RSS തലവൻ മോഹൻ ഭാഗവത്. ഹിന്ദു മുസ്ലിം ഐക്യവും സമാധാനവും ലക്ഷ്യമിട്ടുള്ള കൂടിക്കാഴ്ചയിൽ 50 ഇസ്ലാം മത പണ്ഡിതർ പങ്കെടുത്തു. ഡൽഹി ഹരിയാന ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. മോഹൻ ഭാഗവതിനൊപ്പം മുതിർന്ന RSS നേതാക്കളും ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ശബരിമല സന്നിധാനത്തേക്കുള്ള ട്രാക്ടർ യാത്രയിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. അജിത് കുമാറിന്റെ വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് DGPയുടെ റിപ്പോർട്ട്. റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലാണ്. MR അജിത് കുമാറിന്റെ വിവാദ ട്രാക്ടർ യാത്രയിൽ തിങ്കളാഴ്ചയാണ് DGP സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. അജിത് കുമാറിന്റെ വിശദീകരണം തൃപ്തികരമല്ല. ട്രാക്ടർ യാത്രയുടെ ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ADGP അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിച്ച് ഹൈക്കോടതിയെ അറിയിക്കുന്നതാണ് ഉചിതമെന്നും DGP സർക്കാരിനെ അറിയിച്ചു. ആഭ്യന്തര വകുപ്പിന്റെ ശുപാർശയോടെയാകും റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് വരിക. സംഭവത്തിൽ ട്രാക്ടർ ഡ്രൈവറെ കുറ്റക്കാരനാക്കി പമ്പ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിനെതിരെ ആക്ഷേപം ഉയർന്നിരുന്നു. 24 തിരുവനന്തപുരം. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിന് അംഗീകാരം. ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവച്ചു. ചരിത്ര മുഹൂർത്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കരാർ ഇരു രാജ്യങ്ങൾക്കും നേട്ടമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രിട്ടൻ സന്ദർശനം തുടരുകയാണ്. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ഇന്ത്യയിലെ ഭക്ഷ്യം, വസ്ത്രം, ആഭരണം, സമുദ്രോൽപ്പന്നങ്ങൾ, എഞ്ചിനീയറിംഗ്, സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങി ബ്രിട്ടനിൽ കയറ്റുമതി ചെയ്യുന്ന 99% വസ്തുക്കൾക്കും തീരുവ ഒഴിവാകും. ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്ക് കരാർ ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. आज हमारे संबंधों में एक ऐतिहासिक दिवस है. मुझे प्रसन्नता है कि कई वर्षों की मेहनत के बाद आज दोनों देशों के बीच कॉम्प्रिहेंसिव इकोनॉमिक एंड ट्रेड एग्रीमेंट संपन्न हुआ है. വ്യാപാര കരാറിൽ ഇന്ത്യയോട് നന്ദി പറഞ്ഞ ബ്രിട്ടൻ പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ. This is the biggest and most economically significant trade deal that the UK has made since leaving the EU. And I think I can say that it's one of the most comprehensive deals that India has ever done. So thank you, Prime Minister, for your leadership and for your pragmatism. സുരക്ഷ, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാകും. UKയിലെ 6 സർവകലാശാലകൾ ഇന്ത്യയിൽ ക്യാമ്പസുകൾ ആരംഭിക്കും. പഹൽഗാം ഭീകരാക്രമണം പരാമർശിച്ച പ്രധാനമന്ത്രി ഭീകരവാദത്തോടുള്ള ഇന്ത്യയുടെ സമീപനത്തിൽ ഇരട്ടത്താപ്പില്ലെന്നും ആവർത്തിച്ചു. അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മരിച്ച UK പൗരന്മാർക്ക് പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. ബ്രിട്ടൻ പ്രധാനമന്ത്രി കിയർ സ്റ്റാമറിനെ നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. 24 ഡൽഹി. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തുടർച്ചയായ 4ാം ദിവസവും പാർലമെന്റ് പ്രക്ഷുബ്ധമായി. വിഷയമുന്നയിച്ച് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ രാജി ചർച്ച ചെയ്യണമെന്ന ആവശ്യം രാജ്യസഭാ ഉപാധ്യക്ഷൻ തള്ളി. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച ചെയ്യാൻ ധാരണയായതോടെ ബീഹാറിലെ വോട്ടർ പട്ടിക വിഷയം പാർലമെന്റിൽ പ്രധാന ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. വിഷയമുന്നയിച്ച് തുടർച്ചയായ 2ാം ദിവസവും പാർലമെന്റ് കവാടത്തിൽ ഇന്ത്യ സഖ്യാംഗങ്ങൾ പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധിച്ചു. സോണിയാഗാന്ധി ഇന്നത്തെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർള ചെയറിലേക്ക് എത്തുമ്പോൾ തന്നെ പ്രതിപക്ഷം മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധം ആരംഭിച്ചു. രാജ്യത്തെ ജനങ്ങൾ ഇത് കാണുന്നുണ്ടെന്നും ഇതാണോ കോൺഗ്രസിന്റെ രീതിയെന്നും KC വേണുഗോപാൽ MPയെ പേരെടുത്ത് വിളിച്ച സ്പീക്കർ. माननीय वेणुगोपाल जी, आप इनको ये सिखाते हो क्या? नारेबाजी करना, तकिया लेकर आना, मेज थपथपाना, ये आपकी पार्टी के संस्कार नहीं रहे. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കടുത്ത വിമർശനവുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു. Election Commission is not functioning
as the Election Commission of India. Today they made some statement. This is complete nonsense, right? The fact of the matter is that Election Commission is not doing its job. Now we have concrete 100% proof of Election Commission allowing cheating in a seat in Karnataka. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കറിന്റെ രാജി സംബന്ധിച്ച ചർച്ച വേണമെന്ന പ്രതിപക്ഷാംഗങ്ങളുടെ നോട്ടീസ് രാജ്യസഭയിൽ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് തള്ളി. വിരമിക്കുന്ന അംഗങ്ങൾക്ക് ആശംസകൾ അർപ്പിച്ചതിന് പിന്നാലെ രാജ്യസഭയും പ്രക്ഷുബ്ധമായി. 24 ഡൽഹി. റഷ്യയുടെ കിഴക്കൻ അതിർത്തിയിൽ യാത്രാ വിമാനം തകർന്നു വീണ് 50 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 5 കുഞ്ഞുങ്ങളുമുണ്ട്. ചൈനയോട് ചേർന്നുള്ള അമൂർ വനമേഖലയിലാണ് വിമാനം തകർന്നു വീണത്. സൈബീരിയ ആസ്ഥാനമായുള്ള അങ്കാര എയർലൈൻസ് ആണ് തകർന്നു വീണത്. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ അമൂർ വനമേഖലയിൽ കണ്ടെത്തി. ടൈൻഡ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് തൊട്ടുമുൻപ് AN-24 വിമാനത്തിന് എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു. 5 കുട്ടികളും 6 വിമാന ജീവനക്കാരും ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന 50 പേരും കൊല്ലപ്പെട്ടു. റഡാറിന്റെ പരിധിയിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമായതിനെ തുടർന്ന് അധികൃതർ വിമാനങ്ങളും ചോപ്പറുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടങ്ങിയിരുന്നു. മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന. 50 വർഷം പഴക്കമുള്ള വിമാനമാണ് അപകടത്തിൽ തകർന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. VS അച്യുതാനന്ദന്റെ സംസ്കാര ശേഷവും വലിയ ചുടുകാട്ടിലേക്ക് ജനപ്രവാഹമാണ്. മണിക്കൂറുകൾ വരി നിന്നിട്ടും അന്ത്യോപചാരം അർപ്പിക്കാൻ കഴിയാതിരുന്നവരും ദൂരദേശങ്ങളിൽ നിന്നെത്തിയവരുമാണ് വലിയ ചുടുകാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. VSന് അന്ത്യയാത്രാമൊഴി നൽകാൻ എത്തിയവർക്ക് കുടുംബം നന്ദി പറഞ്ഞു. SUT ആശുപത്രി മുതൽ വലിയ ചുടുകാട് വരെ ജനലക്ഷങ്ങളുടെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങിയ രാപ്പകലിനപ്പുറവും ജനങ്ങൾ ഒഴുകിയെത്തുകയാണ് VS ഉറങ്ങുന്ന മണ്ണിലേക്ക്. കുരുന്നുകൾ മുതൽ വയോധികർ വരെ VSനെ ആബാലവൃദ്ധം ജനങ്ങളും ഹൃദയത്തോട് ചേർക്കുന്നു. എന്തെങ്കിലും സങ്കടം ഉണ്ടാകുമ്പോൾ പോയി പറയാൻ പറ്റുന്നൊരു ഇടമായിരുന്നു. ഇടം നഷ്ടപ്പെട്ടുകൊണ്ട് വേദന ഉള്ളിൽ നിൽക്കുകയാണ്. കുട്ടനാട്ടിൽ ഒരുപാട് കർഷക തൊഴിലാളികൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചൊരു നേതാവാണ്. ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. വിഷമമുണ്ട്. ഞങ്ങളൊരു കോൺഗ്രസ് ഫാമിലിയാണ്. അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു ഹരമാണ്. ഒരു എന്താ പറയുക, ഒരു ഭയങ്കര നല്ല പ്രവൃത്തികളെല്ലാം ചെയ്തിരുന്ന സഹായമാണെന്നറിയാം. ഇന്നലെ കാണാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇന്ന് വന്നത്. അറിയോ VSനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് അതൊരു ഇൻസ്പിറേഷനാണ്. അച്ഛൻ ഒപ്പമില്ലാത്ത ആദ്യ സൂര്യോദയം. മകൻ VA അരുൺകുമാറിന്റെ വൈകാരിക വാക്കുകൾ. എനിക്കറിയില്ല അതൊക്കെ എങ്ങനെ പറയുക എന്നുള്ളത്. അപ്പോൾ സ്നേഹിക്കുന്നവർക്കൊക്കെ തന്നെ പെട്ടെന്ന് അച്ഛനെ കാണാനും ഒരു അന്ത്യോപചാരം അർപ്പിക്കാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ള കാര്യം അറിയില്ല. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വലിയ ചുടുകാട് വരുന്നവരെ ഉള്ള ആളുകളുടെ ഒരു വികാരമൊക്കെ. വിവിധ സാമൂഹിക സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ കുടുംബാംഗങ്ങളെ വീട്ടിലെത്തി ആശ്വസിപ്പിച്ചു. 24 ആലപ്പുഴ. VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന യുവ നേതാവിന്റെ പ്രസംഗത്തിന് താൻ ദൃക്സാക്ഷിയെന്ന് മുൻ MLAയും മുതിർന്ന CPIM നേതാവുമായ പിരപ്പൻകോട് മുരളി. VS അതിനൊപ്പം നിന്നതിന് പാർട്ടി തഴഞ്ഞു. പാർട്ടി വിരുദ്ധതയുടെ പേരിൽ VSന്റെ വായടപ്പിക്കാൻ കണ്ണൂർ ലോബി ശ്രമിച്ചുവെന്നും പിരപ്പൻകോട് മുരളി തുറന്നടിച്ചു. VSന്റെ വിയോഗത്തിന് പിന്നാലെയാണ് മുൻ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം പിരപ്പൻകോട് മുരളിയുടെ വെളിപ്പെടുത്തൽ. വിഭാഗീയതയുടെയും പാർട്ടി വിരുദ്ധതയുടെയും പേര് പറഞ്ഞ് VSന്റെ വായടപ്പിക്കാൻ പുതിയ നേതൃത്വവും കണ്ണൂർ ലോബിയും ശ്രമിച്ചു. വിഭാഗീയത എന്ന് പറഞ്ഞും പാർട്ടി വിരുദ്ധത എന്നും പറഞ്ഞിട്ട് മുദ്രകുത്തി VSന്റെ വായടപ്പിക്കാനും VSനെ ഒറ്റപ്പെടുത്താനും VSനെ പുകച്ച് പുറത്ത് ചാടിക്കാനും ഉള്ള ശ്രമമാണ് പുതിയ നേതൃത്വം നടത്തിയത്. VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് യുവ നേതാവ് പറഞ്ഞപ്പോൾ വേദിയിലിരുന്നവർ ചിരിച്ചാസ്വദിച്ചു. ക്യാപിറ്റൽ പണിഷ്മെന്റ് VSന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വേദിയിലിരുന്ന നേതാക്കന്മാരെല്ലാം ചിരിച്ച് ആസ്വദിച്ച് അവനെ പ്രോത്സാഹിപ്പിക്കായിരുന്നു. അപ്പോൾ ഇയാൾ ധരിച്ചത് നല്ല കാര്യമാണ് പറഞ്ഞതെന്നാണ്. കാരണം അതിന് ഗുണമുണ്ടായി. അയാൾ പിന്നെ സംസ്ഥാന കമ്മിറ്റി വന്നു, ഇപ്പം ജില്ലാ
അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ അയാൾ പറയുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ അത് ഈ മറന്നെടുത്ത് തൊപ്പിയ പോലെ മുഖത്ത് വീഴുന്നെന്ന് ബോധ്യം വന്നപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞത് തെളിയിക്കാമെന്നാണ് ചോദ്യം. 2015 ആലപ്പുഴ സമ്മേളനത്തിലെ സംഘടനാ റിപ്പോർട്ട് VS-നെതിരായ കുറ്റപത്രമായിരുന്നു. ഒരു ഹയർ കമ്മിറ്റിയിൽപ്പെട്ട ഒരാളെ ഒരു കുറ്റപത്രം അവതരിപ്പിക്കാൻ കീഴ്ക്കമ്മിറ്റിക്ക് അവകാശമില്ല. പക്ഷേ പിണറായി വിജയന് ബാധകമല്ല, കേരളത്തിലെ പാർട്ടിക്ക് ബാധകമല്ല. ആ ചർച്ച ആരംഭിച്ചപ്പോൾ VS ഇറങ്ങിപ്പോയി. അപ്പോൾ അതൊരു വലിയ മഹാബാധകമായിട്ടാണ്, സംഘടനാ വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ ആ സംഘടനാ വിരുദ്ധം ആദ്യം ചെയ്തത് പാർട്ടി നേതൃത്വമാണ്. മാരാരിക്കുളത്തെ VS-ന്റെ തോൽവിക്ക് പിന്നിൽ ചരടുവലിച്ചത് പാർട്ടി നേതൃത്വം. VS മുഖ്യമന്ത്രിയാവരുത് എന്ന് VS-നോട് വ്യക്തിപരമായ വിരോധം, പാർട്ടി വിരോധമൊന്നുമല്ല, ഉള്ള ചില CATU നേതാക്കന്മാരുണ്ടായിരുന്നു. അവർ തീരുമാനിച്ചു VS-നെ മാരാരിക്കുളത്ത് തോൽപ്പിക്കണം. ഈ VS-നെ തോൽപ്പിച്ച അദ്ദേഹം പറഞ്ഞ ഭാഷ എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ മിടുക്കൊണ്ട് ജയിച്ചതൊന്നുമല്ല, നിങ്ങളുടെ നേതാക്കന്മാരുടെ സഹായം കൊണ്ട് ജയിച്ചാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിരപ്പൻകോട് മുരളി എഴുതുന്ന VS കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന ജീവചരിത്രം ഉടൻ പുറത്തിറങ്ങും. കുലംകുത്തികളുടെ കുടിപ്പകയും സമ്മേളനങ്ങളുടെ ബാക്കിപത്രവും എന്ന പേരിൽ CPIM ഉൾപാർട്ടി രാഷ്ട്രീയം പുസ്തകത്തിൽ തുറന്നു കാട്ടുന്നുണ്ട്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. മുഖ്യമന്ത്രി ഏകാധിപത്യം കാട്ടുന്നുവെന്ന് CPI എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. ആഭ്യന്തര വനം വകുപ്പുകൾ സർക്കാരിന്റെ ശോഭ കെടുത്തുന്നു. ഇടത് നയത്തിന് വ്യതിയാനമുണ്ടായി. സ്വകാര്യ സർവകലാശാലകൾ വരുന്നത് അതിനുദാഹരണമാണ്. CPI ഭരിക്കുന്നതിൽ ഭേദം റവന്യൂ വകുപ്പാണ്. ബാക്കി വകുപ്പുകളെല്ലാം കണക്കാണെന്നും വിമർശനമുയർന്നു. ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ ചേരുന്നതിന് കൂടുതൽ വിവരങ്ങളുമായി. ലാൽ, CPI ജില്ലാ സമ്മേളനം നടക്കുന്ന ഒരു സമയമാണ്. അതിൽ എനിക്ക് തോന്നുന്നു ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ സർക്കാർ വിമർശനം അത് എറണാകുളത്തുണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയാകുന്നുണ്ട്? ഒപ്പം തന്നെ മുഖ്യമന്ത്രി, ഒപ്പം തന്നെ വനം, ആഭ്യന്തര വകുപ്പുകൾ, ഇവയ്ക്കെതിരെയുള്ള വിമർശനം ഏത് രീതിയിലാണ്? കോതമംഗലത്താണ് എറണാകുളം ജില്ലാ സമ്മേളനം, CPIയുടെ എറണാകുളം ജില്ലാ സമ്മേളനം പുരോഗമിക്കുന്നത്. ഇന്നും നാളെയും മറ്റന്നാളുമായിട്ടാണ് സമ്മേളനം നടക്കുന്നത്. രാഷ്ട്രീയ റിപ്പോർട്ടും സംഘടനാ റിപ്പോർട്ടും ഇന്ന് അവതരിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ അതിനകത്ത് രാഷ്ട്രീയ റിപ്പോർട്ട് മാത്രമാണ് ഇന്ന് അവതരിപ്പിക്കാൻ സാധിച്ചത്. ഈ രാഷ്ട്രീയ റിപ്പോർട്ടിലാണ് രൂക്ഷമായ വിമർശനം LDF സർക്കാരിനെതിരെ തന്നെ CPIയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സാധാരണഗതിയിൽ ഉണ്ടായതിൽ വിഭിന്നമായി മുഖ്യമന്ത്രിയെ തന്നെയും ആഭ്യന്തര വകുപ്പിനെയും കടന്നാക്രമിക്കുന്നതായിരുന്നു എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പ്രധാനമായും പരാമർശിക്കുന്നത്. ആഭ്യന്തര വകുപ്പും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഏകാധിപതികളെ പോലെയാണ് പെരുമാറുന്നത്. മറ്റുള്ളവരെ പരിഗണിക്കുകയോ അവരെ വാക്കുകൾ കേൾക്കാനോ തയ്യാറാകുന്നില്ല എന്നതിനോടൊപ്പം തന്നെ സർക്കാരിന്റെ പല വകുപ്പുകളും താരതമ്യേന നിലവാരം പുലർത്തുന്നില്ല എന്നൊരു രൂക്ഷ വിമർശനം കൂടിയുണ്ട്. നിലവിലുള്ള വകുപ്പുകളിൽ റവന്യൂ വകുപ്പ് മാത്രമാണ് ഭേദപ്പെട്ട രീതിയിൽ സർക്കാരിന്റെ പ്രതിച്ഛായ കാത്തുസൂക്ഷിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ വിഭാഗീയതടക്കം നിലനിൽക്കുന്ന എറണാകുളം ജില്ലാ കമ്മിറ്റിയെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ പ്രതിപാദിക്കാതെയാണ് വിമർശനങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലാൽകൃഷ്ണനാണ് തൊടുപുഴയിൽ വിശദാംശങ്ങൾ നൽകിയത്. വെൽക്കം ബാക്ക്. വാർത്താമഴ തുടരുകയാണ്. കൂടുതൽ വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. UAE-യിലെ ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അതുല്യ നേരിട്ടത് ക്രൂരപീഡനമെന്ന് തെളിയിക്കുന്ന മറ്റൊരു ശബ്ദ സംഭാഷണം കൂടി പുറത്തുവന്നു. ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അതുല്യ സഹോദരിക്ക് അയച്ച ശബ്ദ സന്ദേശം 24 ലഭിച്ചു. അതേസമയം ഫോറൻസിക് പരിശോധനാ ഫലം ലഭിക്കാത്തതിനാൽ അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് വൈകും. സതീഷിന്റെ ക്രൂരപീഡനങ്ങൾ അച്ഛനും അമ്മയും സഹപാഠികളായ സുഹൃത്തുക്കളും പറഞ്ഞത് പൂർണ്ണമായും ശരിവയ്ക്കുന്ന അതുല്യയുടെ തന്നെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. താൻ അനുഭവിക്കുന്ന പീഡനങ്ങൾ സഹോദരി അഖിലയോട് വെളിപ്പെടുത്തുന്നതാണിവ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്ലേറ്റ് കൊണ്ട് തലക്കടിച്ചതായും അടിയിൽ പ്ലേറ്റ് പൊട്ടി തകർന്നതായും അതുല്യ പറയുന്നു. നല്ലപോലെ കള്ളു കുടിച്ചിട്ട് എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ട് പ്ലേറ്റ് എടുത്ത് എന്റെ തലയിലടിച്ച്. പ്ലേറ്റ് മറ്റേ അളിങ്ങിന്റെ പ്ലേറ്റ് ആയിരുന്നു, അത് 4 കഷ്ണമായി. അതെന്റെ പെടലിക്കും കൊങ്ങായ്ക്കലൂടെ കുത്തിപ്പിടിച്ച് പെടലി മൊത്തം ചുമന്ന. അയാളതൊക്കെ തന്നെ, അയാൾക്ക് ഒരു മാറ്റവും ഇനി വരാനും പോകുന്നില്ല. സതീഷ് അടിച്ചു കൊല്ലുമെന്നും അവിടെ നിന്ന് മാറാൻ അമ്മ പറഞ്ഞതായും ഓഡിയോ ക്ലിപ്പിലുണ്ട്. ജോലിക്ക് പോയാൽ ആ വാശിയിൽ സതീഷ് തന്റെ വിസ ക്യാൻസൽ ചെയ്യുമോ എന്നും ഭയപ്പെട്ടിരുന്നതായും അതുല്യ സഹോദരിയോട് വെളിപ്പെടുത്തി. അതേസമയം ഫോറൻസിക് പരിശോധനാ ഫലം ലഭിക്കാൻ തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. ഇതിനാൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് വൈകും. 24 കൊല്ലം. പാലക്കാട് ആലത്തൂർ തോണിപ്പാടത്ത് യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. റാവു പള്ളിയാപുരം കല്ലിങ്കൽ വീട്ടിൽ പ്രദീപിന്റെ ഭാര്യ നേഖയെയാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. യുവതിയുടേത് തൂങ്ങി മരണമാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്.
ഇന്നലെ രാത്രി 10:30 മണിയോടെയാണ് നേഖയുടെ വീട്ടിലേക്ക് ഫോൺ കോൾ വരുന്നത്. യുവതി അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു എന്നാണ് നേഖയുടെ മാതാവിനോട് ഭർത്താവ് പ്രദീപ് പറഞ്ഞത്. 12 മണിക്ക് അവൻ വിളിച്ചിട്ട് അമ്മ പാപ്പി മയങ്ങി എന്ന് പറഞ്ഞിരിക്കണു. ഞാൻ ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അവൻ എന്തിനാ കൊന്നു? അവന്റെ അടുത്തല്ലേ ചോദിക്കണ്ടേ? അവൻ എന്തിനു കൊന്നു? ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് കഴുത്തിലെ വേണ്ട. ഈ പാവി കൊന്നിട്ട് കഴുത്തിലെ കുട്ടിനെ ആശുപത്രിയിൽ കൊണ്ടുപോണ്ടേ? ആശുപത്രിയിലേക്ക് നേഗയുടെ കുടുംബം എത്തുമ്പോഴേക്കും ആശുപത്രി ജീവനക്കാർ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി ഭർത്താവ് പ്രദീപിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രദീപും ഭാര്യ നേഖയും തമ്മിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് ബന്ധുക്കൾ. ഇതിനു മുമ്പ് ഇങ്ങനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡനങ്ങളുണ്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളത് ചെറിയ പ്രശ്നങ്ങളാണ് പറഞ്ഞിട്ട് കുറച്ച് ഇവിടെ വന്നിരിക്കലുണ്ടായിരുന്നു. അതേമാതിരി അവിടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കലില്ല. അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകളുണ്ടായി. പിന്നെ അത് പറഞ്ഞ് സോൾവ് ആക്കിയിട്ട് നമ്മൾ അവിടെ കൊണ്ട് വിട്ടിട്ടുണ്ട്. ഇങ്ങനെയൊരു ഇത് ചെയ്യുന്നത് നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല. യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. തൂങ്ങിമരണം തന്നെയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരം. കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തിയതിനു ശേഷം പ്രദീപിനെതിരെ കേസെടുക്കാനാണ് ആലത്തൂർ പോലീസിന്റെ തീരുമാനം. 6 വർഷം മുൻപാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. ഇവർക്ക് 2.5 വയസ്സുള്ള ഒരു മകളുമുണ്ട്. 24 പാലക്കാട്. ഭർതൃവീട്ടിൽ നേരിട്ടത് വലിയ മാനസിക പീഡനമെന്ന് കണ്ണൂരിൽ 3 വയസ്സുള്ള കുഞ്ഞുമായി പുഴയിൽ ചാടി ജീവനൊടുക്കിയ റീമയുടെ ആത്മഹത്യാക്കുറിപ്പ്. എല്ലാ പീഡനങ്ങൾക്കും ഭർത്താവ് കമൽരാജ് കൂട്ടുനിന്നെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. കമൽരാജിനും മാതാവിനുമെതിരെ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തണമെന്നാണ് റീമയുടെ കുടുംബത്തിന്റെ ആവശ്യം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് വയലപ്ര സ്വദേശി റീമ 3 വയസ്സുള്ള മകനുമായി പുഴയിൽ ചാടി ജീവനൊടുക്കിയത്. ആത്മഹത്യയ്ക്ക് കാരണം ഭർതൃവീട്ടിലെ പീഡനമാണെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ റീമയുടെ കുടുംബം ആരോപിച്ചിരുന്നു. അത് സാധൂകരിക്കുന്നതാണ് ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ. വലിയ മാനസിക പീഡനം നേരിട്ടുവെന്നും ഭർതൃമാതാവിന്റെ വാക്ക് കേട്ട് തന്നെയും മകനെയും കമൽരാജ് ഇറക്കിവിട്ടെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിലെ വെളിപ്പെടുത്തൽ. കമൽരാജ് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതിനു ശേഷം മകനെ വേണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുണ്ട്. ഭീഷണി തെളിയിക്കുന്ന റീമയും കമൽരാജും തമ്മിലുള്ള ഫോൺ സംഭാഷണവും പുറത്തുവന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്ന് റീമയുടെ പിതാവ് മോഹനൻ. അതിലെഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണ്. കാരണം അതേ പീഡനം തന്നെയാണ് മോൾക്ക് അനുഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. അവൻ അമ്മയുടെ വാക്ക് കേട്ട് മാത്രം പ്രവർത്തിക്കുന്നത്. എൻ്റെ മോൾക്കും കുട്ടിക്കും അവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. കൂടുതൽ ഫീൽ ചെയ്തിട്ടുണ്ടാവുക അവൻ കുട്ടീനെ എടുത്തു കൊണ്ടുപോകുന്നില്ല. ആ ഒരു ഭീഷണി കേട്ടപ്പോഴുള്ള പെട്ടെന്ന് മെൻ്റൽ ഷോക്കായി. അവൾ കത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യം തന്നെയാണ്. കാരണം ഇങ്ങനെയില്ല ഈ നരഭോജികൾക്ക് ഈ കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. അസ്വാഭാവിക മരണത്തിനാണ് പഴയങ്ങാടി പോലീസ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ആത്മഹത്യാക്കുറിപ്പിന്റെയും റീമയുടെ ബന്ധുക്കളുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കാനാണ് സാധ്യത. 24 കണ്ണൂർ. കായിക മേഖലയിൽ നിന്ന് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. കനേരു ഹംപി ഫൈനലിലെത്തിയിരിക്കുന്നു. ലോക വനിതാ ചെസ് ലോകകപ്പിൽ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമാണ്. ഓൾ ഇന്ത്യ ഫൈനൽ അതുകൊണ്ട് നടക്കും. കാരണം ഫൈനലിൽ കൊനേരു ഹംപി നേരിടുക ദിവ്യ ദേശ്മുഖിനെയാണ്. അതായത് ലോകകപ്പ് വനിതാ ചെസ് ലോകകപ്പ് ആദ്യമായി ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നു എന്ന വളരെ ശുഭകരമായ സന്തോഷ വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. കൊനേരു ഹംപി കൂടി ഫൈനലിൽ എത്തിയിരിക്കുന്നു. അതോടുകൂടി ഫൈനലിൽ 2 ഇന്ത്യൻ താരങ്ങൾ ഏറ്റുമുട്ടും പരസ്പരം. കൊനേരു ഹംപി വേഴ്സസ് ദിവ്യ ദേശ്മുഖ്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. താരസംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടം കടുക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിപ്പിച്ചപ്പോൾ 74 പേർ പത്രിക സമർപ്പിച്ചു. നടൻ ജഗദീഷ് അടക്കം 6 പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സര രംഗത്തുള്ളത്. ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ സംഘടനയ്ക്കുള്ളിൽ 2 അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും പിന്നാലെ അമ്മ ഭരണസമിതി രാജിവെച്ച് 1 വർഷത്തിന് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പ് വാശിയേറിയ പോരാട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. മത്സരരംഗത്തേക്കില്ല എന്ന് മോഹൻലാൽ അറിയിച്ചതിന് പിന്നാലെ 7 പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയത്. ജഗദീഷ്, ശ്വേതാ മേനോൻ, രവീന്ദ്രൻ, ദേവൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ എന്നിവരാണ് പ്രസിഡന്റ് സ്ഥാനത്ത് മത്സര രംഗത്തുള്ളവർ. ജയൻ ചേർത്തല, കുക്കു പരമേശ്വർ, ബാബുരാജ്, അനൂപ് ചന്ദ്രൻ എന്നിവരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുക. നടൻ ജോയ് മാത്യു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചെങ്കിലും പേരിലെ പ്രശ്നം കാരണം പത്രിക തള്ളി. കൂടുതൽ യുവാക്കളും സ്ത്രീകളും ഇപ്രാവശ്യം മത്സര രംഗത്തുണ്ട്. ഭയക്കാതെ എല്ലാവരും മുമ്പോട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാവർക്കും ഈക്വൽ പങ്കാളിത്തത്തോടുകൂടി മുമ്പോട്ട് വരാൻ സാധിക്കുന്നു. സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. എനിക്കതിലൊരു പേഴ്സണലി സന്തോഷമുള്ളത്, കഴിഞ്ഞ വർഷം ഞങ്ങൾ അഡ്ഹോക് കമ്മിറ്റി ആയിരുന്നു. ആ അഡ്ഹോക് കമ്മിറ്റിയിൽ ഉള്ള പ്രവർത്തനം കണ്ടിട്ടും അല്ലെങ്കിൽ അഡ്ഹോക് കമ്മിറ്റി
കൂടുതൽ ജനകീയമായതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഇത്രയും പേർക്ക് മത്സരിക്കാൻ ആഗ്രഹം വന്നത്. അതേസമയം ബാബുരാജും ജയൻ ചേർത്തലയും അടക്കമുള്ള മുൻ ഭരണസമിതിയിലെ അംഗങ്ങൾ ഇപ്രാവശ്യവും മത്സരിക്കാൻ തീരുമാനിച്ചതോടെ ആരോപണ വിധേയരെ മാറ്റി നിർത്തണമെന്ന അഭിപ്രായം സംഘടനയ്ക്കകത്തു നിന്നും ഉയരുകയാണ്. ഈ ആരോപണ വിധേയരായി മത്സരിക്കാതിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു മര്യാദയാണ്. ഇതൊരു സന്നദ്ധ സംഘടനയാണ്, ഇതൊരു ചാരിറ്റി സംഘടനയാണ്. ആ സംഘടന മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് അത്തരം മൂല്യമുള്ള ആൾക്കാർ തന്നെ ഈ സ്ഥാനത്തേക്ക് വരിക. അമ്മ എന്ന് പറഞ്ഞൊരു അസോസിയേഷന്റെ ആവശ്യം എന്താണെന്നും പ്രത്യേകിച്ച് അമ്മയുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അമ്മ ചെയ്യുന്നത് എന്താണെന്നും ഒക്കെ ഈ കഴിഞ്ഞ 10-14 വർഷമായിട്ട് കൂടെ നിന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംഘടനയ്ക്ക് നല്ലത് വരുന്ന രീതിയിലുള്ള ആളുകൾ തന്നെ മുന്നോട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നടൻ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. നടി നവ്യ നായർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും മത്സരിക്കും. 31 വർഷത്തെ അമ്മ സംഘടന ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയധികം ആളുകൾ മത്സര രംഗത്തുള്ളത്. എന്തായാലും വിവിധ സ്ഥാനങ്ങളിലേക്കുള്ള മത്സരം ചൂടുപിടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൊച്ചിയിൽ നിന്നും YS അഭിനന്ദ്, 24. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്ക്. CPI മന്ത്രിമാർ നോക്കുകുത്തികളാകുന്നുവെന്ന് CPI കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. ആഭ്യന്തര വകുപ്പ് LDF നയത്തിൽ നിന്നും വ്യതിചലിക്കുന്നു. ആഭ്യന്തര വകുപ്പിൽ ബാഹ്യശക്തികൾ ഇടപെടുന്നു. ADGP MR അജിത് കുമാർ പൂരം കലക്കിയത് മനഃപൂർവ്വം. ഇത് VS സുനിൽകുമാറിന്റെ പരാജയത്തിലേക്ക് നയിച്ചുവെന്നും സമ്മേളനം വിമർശിച്ചു. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥില, അതിശക്തമായ വിമർശനമാണ് സർക്കാരിനെതിരെ CPI ജില്ലാ സമ്മേളനങ്ങളിൽ കാണാൻ കഴിയുന്നത്. അല്പസമയം മുൻപ് എറണാകുളത്ത് നടന്ന ജില്ലാ സമ്മേളനത്തെ ചർച്ചകളും അവിടെ ഉയർന്ന വിമർശനങ്ങളും നമ്മൾ വാർത്തയാക്കിയതാണ്. ഇപ്പോൾ കോഴിക്കോടത്തെ ജില്ലാ സമ്മേളന വാർത്തകൾ കൂടി വരുമ്പോൾ അത് സർക്കാരിനെതിരെ വിമർശനം അവിടെയും കടുപ്പിക്കുന്നുണ്ട് CPI എന്നുള്ളത് വ്യക്തമാവുന്നു. ഒപ്പം തന്നെ സ്വയം വിമർശനവുമുണ്ട്. CPI ഭരിക്കുന്ന വകുപ്പുകളെല്ലാം പരാജയമാണ്, തമ്മിൽ ഭേദം റവന്യൂ വകുപ്പാണെന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് എറണാകുളത്തൊക്കെ ഉണ്ടായത്. എന്താണ് കോഴിക്കോട് CPI സമ്മേളനത്തിൽ നടന്ന ചർച്ചകൾ, വിഷയങ്ങൾ, വിമർശനങ്ങൾ? പ്രജിൻ സൂചിച്ചതുപോലെ തന്നെ കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിനും ഉയർന്നത്. പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെതിരെ. ആഭ്യന്തര വകുപ്പിൽ ബാഹ്യശക്തികൾ ഇടപെടുന്നു. LDF നയങ്ങളിൽ നിന്നും വ്യതിചലിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ ഒരു കാര്യം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. MR അജിത് കുമാർ മനഃപൂർവ്വം പൂരം കലക്കി. ഇത് VS സുനിൽകുമാറിന്റെ പരാജയത്തിലേക്ക് നയിച്ചു. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകി. ആ സമയത്തൊന്നും CPI നേതൃത്വം ഒരക്ഷരം മിണ്ടിയില്ല, നിസ്സഹരായി നോക്കി നിന്നു എന്ന ഒരു വിമർശനമാണ് ആഭ്യന്തര വകുപ്പിനെതിരെ നടത്തിയിട്ടുള്ളത്. മറ്റൊന്ന് സ്വയം വിമർശനമാണ്. മന്ത്രിമാർ എല്ലാവരും തന്നെ നോക്കുകുത്തികളായി മാറുന്നു. അതായത് CPI മന്ത്രിമാരെല്ലാം തന്നെ നോക്കുകുത്തികളായി മാറുന്നു. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് സിവിൽ സപ്ലൈസ് വകുപ്പിനെതിരെയാണ്. ഈ ചന്ദ്രശേഖരൻ നായരുടെ സമയത്ത് മാവേലി സ്റ്റോറുകൾ തുടങ്ങിയത്. എന്നാൽ ആ മാവേലി സ്റ്റോറുകൾ ഇപ്പോൾ തകർക്കുകയാണ് മന്ത്രി ചെയ്തിട്ടുള്ളത് എന്ന ഒരു സ്വയം വിമർശനം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് വടകര ലോക്സഭ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അന്ന് വളരെയേറെ ചർച്ച ആയ ഒരു കാര്യമായിരുന്നു കാസർ സ്ക്രീൻഷോട്ട് വിവാദം. ഇത് പരാജയത്തിന് കാരണമായി. പക്ഷേ ഇത് ഇവിടെ മാത്രം അവസാനിക്കുന്നില്ല. ഭാവിയിലും വലിയ രീതിയിൽ ഈ ഒരു വിവാദം പ്രത്യാഘാതം ഉണ്ടാക്കും എന്നാണ് വിമർശനം ഉണ്ടായത്. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. രാത്രി വൈകിയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. നാളെ എല്ലാ ജില്ലകളിലും അങ്ങനെ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. കൊല്ലം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. MG പ്രതീഷ് തിരുവനന്തപുരത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. പ്രതീഷ്, വീണ്ടും മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്താണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം? ഏതൊക്കെ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്? പ്രജിൻ, സംസ്ഥാനത്ത് അതിശക്തമായ മഴ വരുന്നുവെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം ഏറ്റവും പുതുതായി അറിയിക്കുന്ന കാര്യം. നേരത്തെ ഉണ്ടായിരുന്ന മഴ മുന്നറിയിപ്പുകൾ മാറ്റിയിട്ടുണ്ട്. കൂടുതൽ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് കാലാവസ്ഥാ കേന്ദ്രം നൽകിയിട്ടുണ്ട്. പ്രധാനമായും 6 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും അതിശക്തമായ മഴ നാളെ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉണ്ട് എന്നതാണ്. ഈ 6 ജില്ലകളിലെ ഓറഞ്ച് അലർട്ടിന് പുറമെ മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള എല്ലാ ജില്ലകളിലും നാളെ ശക്തമായ മഴയും അതിശക്തമായ മഴയും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. രാത്രി വൈകിയും വിവിധ ജില്ലകളിൽ അതിശക്തമായ
മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്ന കാര്യം. ഒപ്പം ഈ തീരമേഖലകളും മലയോര മേഖലകളും പ്രത്യേക ജാഗ്രത വേണം. മലയോര മേഖലകളിലുള്ളവർ ഏതെങ്കിലും തരത്തിൽ അപകടകരമായ സാഹചര്യത്തിലാണ് കഴിയുന്നതെങ്കിൽ അവർ അവിടെ നിന്ന് മാറി താമസിക്കണമെന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ റവന്യൂ വകുപ്പും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. തീരമേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ ഈ മത്സ്യബന്ധനത്തിന് തീരമേഖലകളിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം 28 വരെയാണ് മത്സ്യബന്ധനത്തിന് തീരമേഖലയിൽ വിലക്കുള്ളത്. എന്തായാലും വരുന്ന 3 ദിവസം കൂടി അതിശക്തമായ മഴ സംസ്ഥാനത്ത് തുടരുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. പ്രജിൻ, SMG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും AV ജയശങ്കർ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചൊരു പ്രതിഷേധം നടക്കുന്നുണ്ട്. പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്ത മണ്ണിലാണ് നാട്ടുകാരുടെ ഈ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. കാട്ടാനശല്യം തടയാൻ ഫലപ്രദമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെടുന്നില്ല എന്നാണ് നാട്ടുകാർ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മകളെ യമനിൽ വിട്ട് നാട്ടിലേക്കില്ലെന്ന് നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി. തന്നെ ആരും തടവിലാക്കിയിട്ടില്ല. ആക്ഷൻ കൗൺസിൽ പ്രതിനിധിയും സാമൂഹ്യ പ്രവർത്തകനുമായ സാമുവൽ ജെറോം എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകുന്നുണ്ടെന്നും പ്രേമകുമാരി പറഞ്ഞു. നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി യമനിൽ തടവിലാണെന്നുൾപ്പെടെയുള്ള വാർത്തകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി പ്രേമകുമാരി രംഗത്തെത്തിയത്. തന്നെ ആരും തടവിലാക്കിയിട്ടില്ല. മകളെ യമനിൽ വിട്ട് നാട്ടിലേക്കില്ലെന്നും പ്രേമകുമാരി. വധശിക്ഷ നടത്തും എന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ എൻ്റെ മകളെ ഇവിടെ വിട്ടിട്ട് എനിക്ക് നാട്ടിലേക്ക് വരാൻ കഴിയില്ല. എനിക്ക് വേണ്ട സംരക്ഷണം തന്ന് ഞാൻ ഇവിടെ സാമുവൽ സാറിന്റെ വീട്ടിലിരിക്കുന്നു. ആരും എന്നെ ഇവിടെ തടകിൽ വെച്ചിട്ടില്ല. ആരും എന്നെ നിർബന്ധിച്ച് ഇവിടെ ഇരുത്തിയിട്ടില്ല. ആക്ഷൻ കൗൺസിൽ പ്രതിനിധിയും സാമൂഹ്യ പ്രവർത്തകനുമായ സാമുവൽ ജെറോം എല്ലാ സഹായവും നൽകുന്നു. സാമുവൽ ജെറോമിന്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്നും പ്രേമകുമാരി പറഞ്ഞു. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും ആക്ഷൻ കൗൺസിലും നിരന്തര ശ്രമങ്ങൾ തുടരുകയാണ്. 24 പത്തനംതിട്ട. ഇനി നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്ക് വിശദമായി കടക്കുന്നു. വനിതാ ചെസ് ലോകകപ്പിൽ കൊനേരു ഹംപി ഫൈനലിൽ കടന്നിരിക്കുന്നു. ഇന്ത്യൻ താരങ്ങളായ കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖും ഫൈനലിൽ ഏറ്റുമുട്ടും. സെമി ഫൈനലിൽ ചൈനയുടെ ലീ ടിങ് ജിക്കെതിരെ ടൈ ബ്രേക്കറിലാണ് ഹംപി ജയിച്ചു കയറിയത്. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. അനിൽ, അങ്ങനെ ആദ്യമായി വനിതാ ചെസ് ലോകകപ്പ് ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നത് ഉറപ്പായിട്ടുണ്ട്. ഫൈനലിൽ 2 ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കുന്നു. ഏത് രീതിയിലാണ് ഹംപിയുടെ ഈ ഫൈനലിലേക്കുള്ള വരവിനെ കാണാൻ കഴിയുക? കഴിഞ്ഞ ഒരു വർഷമായി ഒരു കംബാക്ക് എന്ന രീതിയിൽ കൊനേരു ഹംപിയുടെ തുടർച്ചയായ വിജയങ്ങളും മികച്ച പ്രകടനങ്ങളും നമ്മൾ കണ്ടതാണല്ലോ. തീർച്ചയായും ഇതിന് ഏറ്റവും ഹൈലൈറ്റ് പ്രജിൻ പറഞ്ഞതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ ചെസ് ലോകകപ്പ് ഇന്ത്യയിലേക്ക് എന്നുള്ളത് ഉറപ്പിക്കാം എന്നുള്ളത് തന്നെയാണ്. ഫൈനലിൽ നമ്മുടെ 2 താരങ്ങളാണ് ഏറ്റുമുട്ടുന്നത്. കൊനേരു ഹംപിയും ഒപ്പം തന്നെ ദിവ്യ ദേശ്മുഖും. ആര് ജയിച്ചാലും ആര് തോറ്റാലും കപ്പ് ഇന്ത്യക്ക് തന്നെ, ലോകകപ്പ് ഇന്ത്യക്ക് തന്നെ എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2 ഇന്ത്യൻ താരങ്ങൾ ഫൈനലിലേക്ക് എത്തുന്നത് തന്നെ എന്നുള്ളതാണ്. ദിവ്യ ദേശ്മുഖാണ് ആദ്യം ആ നേട്ടം കൈവരിച്ചത്. ആ കൂട്ടത്തിലേക്ക് ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായ ഇതിഹാസ താരമായ കൊനേരു ഹംപി കൂടി വരുന്നത്. കൊനേരു ഹംപി ഈ ടൂർണമെന്റിലെ ടോപ്പ് സീഡ് ചൈനയുടെ ലീ ടിങ് ജിയെ വളരെ ആവേശകരമായ മത്സരത്തിൽ തോൽപ്പിച്ചാണ് ഫൈനലിന് ടിക്കറ്റ് ഉറപ്പിച്ചത്. ഇന്നലെ നടന്ന കഴിഞ്ഞ 2 ദിവസങ്ങളായി ക്ലാസിക്കൽ ഫോർമാറ്റിൽ നടന്ന 2 മത്സരങ്ങളും സമനിലയിൽ കലാശിച്ചതോടുകൂടിയാണ് ടൈ ബ്രേക്കറിലേക്ക് പോയത്. ഇന്ന് റാപ്പിഡ് റൗണ്ടിൽ ആദ്യഘട്ടത്തിൽ ഒരു തോൽവി നേരിട്ടതാണ്. പക്ഷേ ശക്തമായി തിരിച്ചു വന്ന് ആ മത്സരം സമനിലയിലാക്കി പിന്നീട് ബ്ലിറ്റ്സിലേക്ക് വന്ന 2 മത്സരങ്ങൾ കൂടി ജയിച്ചാണ് അങ്ങനെ കൊനേരു ഹംപി 5-3 എന്ന സ്കോറിൽ ഈ സെമി ഫൈനൽ ജയിച്ച് അങ്ങനെ ഫൈനൽ ടിക്കറ്റ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി വലിയ വലിയ നേട്ടങ്ങൾ സമ്മാനിച്ചിട്ടുള്ള, ഇതിഹാസ തുല്യമായ നേട്ടങ്ങൾ സമ്മാനിച്ചിട്ടുള്ള കൊനേരു ഹംപിയുടെ ആ ഒരു വലിയ പാതയിൽ ഇപ്പോൾ മറ്റൊരു സുവർണ്ണ നേട്ടം ഇല്ലെങ്കിൽ മറ്റൊരു പൊൻതൂവൽ എന്നുള്ളതാണ് സന്തോഷപ്പെടുന്ന കാര്യം. ഇതോടുകൂടി ഈ 2 താരങ്ങളും കാൻഡിഡേറ്റ്സ് ചെസ്സിനും, അതായത് അടുത്ത ലോക ചാമ്പ്യൻ ആവാനുള്ള പോരാട്ടത്തിനുള്ള ജേതാക്കളാവാനുള്ള മത്സരിക്കുന്ന ആരെ എന്ന് നിർണ്ണയിക്കുന്ന കാൻഡിഡേറ്റ്സ് ചെസ്സിനും 2 താരങ്ങളും യോഗ്യത നേടി എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. പ്രജിൻ, ശരി. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വാർത്താമഴ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്ത മണ്ണിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ച് നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുന്നു. കാട്ടാനശല്യം തടയാൻ ഫലപ്രദമായി ഇടപെടുന്നില്ല എന്നാരോപിച്ചാണ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞുവെച്ചത്. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജയ്, എന്താണ് ഈ സമയത്ത് ഈ രീതിയിലുള്ള പ്രതിഷേധത്തിന് നാട്ടുകാർ തയ്യാറായത്? എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം?
അതായത് പ്രജിൻ, ഈ പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായി രൂക്ഷമായ വന്യജീവി ശല്യമാണ് നേരിടുന്നത്. ജനങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഈ പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമൺ മേഖലയിലും വലിയ തോതിൽ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം, കാട്ടാനകളുടെ ശല്യം ഒക്കെ തന്നെ വ്യാപകമാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ എന്തായാലും ഈ പെട്രോളിംഗ് ഉൾപ്പെടെ ഇറങ്ങിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ ഈ കുമ്പളത്താമണ്ണൻ ഭാഗത്ത് തടഞ്ഞ് പ്രതിഷേധിച്ചത്. ഈ കാട്ടാന ശല്യം ഉൾപ്പെടെ തടയാൻ ഫലപ്രദമായി ഈ വനംവകുപ്പ് ഇടപെടണമെന്നൊരാവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം. മറ്റു തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ കയ്യേറ്റവും മറ്റ് വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവരുടെ വാഹനം ഉൾപ്പെടെ തടഞ്ഞുകൊണ്ടാണ് ഒരു സംഘം നാട്ടുകാർ ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചധികം ദിവസമായി ഈ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ആനകൾ വ്യാപകമായി ഇറങ്ങുന്നൊരു ആക്ഷേപം നാട്ടുകാർക്കുണ്ട്. അങ്ങനെ ജനജീവിതം ആകെ ബുദ്ധിമുട്ടിലാവുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ നാട്ടുകാർ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ രാത്രി കാലത്ത് ഇത്തരത്തിൽ തടഞ്ഞ് ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. നിലവിൽ ഈ പോലീസ് ഉൾപ്പെടെ എത്തി ഈ പ്രതിഷേധക്കാരെ ഉൾപ്പെടെ മാറ്റിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റു തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് കയ്യേറ്റവും മറ്റു വിഷയങ്ങളൊന്നുമില്ല. അവരുടെ ഒരു സ്വാഭാവിക പ്രതിഷേധം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നേരിട്ട് ഇവിടുത്തെ നാട്ടുകാർ അറിയിക്കുകയായിരുന്നു. അത് അവരുടെ വാഹനം ഉൾപ്പെടെ തടഞ്ഞുകൊണ്ടാണ് ഒരു പറ്റം നാട്ടുകാർ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത്. ശരി, എ വിജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് കുറ്റ്യാടിക്ക് സമീപം ചൂരണിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കുട്ടിയാനയെ മയക്കുവെടിവെക്കാൻ വൈകുന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞാണ് അവിടെ നാട്ടുകാർ പ്രതിഷേധിച്ചത്. ഇതിനിടെ കുട്ടിയാന പ്രതിഷേധക്കാർക്കിടയിലേക്ക് ഓടിയെത്തിയത് കുറച്ചുനേരത്തേക്ക് പരിഭ്രാന്തി ഉണ്ടാക്കി. കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി കുട്ടിയാന ചൂരണിയിലെ ജനവാസ മേഖലയിലാണ്. കുട്ടിയാനയുടെ ആക്രമണത്തിൽ 4 പേർക്കാണ് പരിക്ക്. ഇന്ന് പുലർച്ചെ മുതൽ കുട്ടിയാന ജനവാസ മേഖലയിലുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയെങ്കിലും ഇതുവരെ മയക്കുവെടി വെക്കാൻ തയ്യാറായിട്ടില്ല. രാവിലെ മുതൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ഇപ്പൊ എനിക്കിന്ന് പറയാൻ ചെയ്ത് 2 ആഴ്ച കാലമായി ഈ മേഖലയിൽ കിടന്നിട്ട് ഈ ആനക്കുട്ടി ഇങ്ങനെ വിരകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കാരണം വെച്ചാൽ പിന്നെ പ്രദേശവാസികൾ ഓടിക്കുകയും അത് ഒരു എന്താ പറയണ്ടേ, ഞാനൊരു അനുഭവസ്ഥയാണ്. ഞാനും എൻ്റെ മകനും ഇതിനിടയിൽ എന്താ പറയണ്ടേ സ്കൂട്ടിയും കാര്യങ്ങളായിട്ട് പോകുന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവം എനിക്കുണ്ട്. കുട്ടിയാനയെ ജനവാസ മേഖലയിൽ നിന്നും മാറ്റുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് തീരുമാനം. ഇതിനിടയിലാണ് ഭീതി പരത്തി കുട്ടിയാന അപ്രതീക്ഷിതമായി പ്രതിഷേധക്കാർക്കിടയിലേക്ക് ഓടിയത്. കൂടുതൽ RRT പ്രവർത്തകർ എത്തുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി. നാളെ രാവിലെ മയക്കുവെടി വെക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കുട്ടിയാനയെ കാണാൻ നിരവധി പേരാണ് സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആരും മേഖലയിലേക്ക് വരരുതെന്നാണ് പോലീസ് നിർദ്ദേശം. 24 കോഴിക്കോട്. തായ്ലൻഡ് കംബോഡിയ അതിർത്തി സംഘർഷം രൂക്ഷം. 12 തായ് പൗരന്മാർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ആക്രമണങ്ങളിൽ പരസ്പരം പഴിചാരുകയാണ് ഇരു രാജ്യങ്ങളും. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് തായ്ലൻഡ് അതിർത്തികൾ അടച്ചു. പ്രദേശത്തുള്ള 50,000-ലേറെ പൗരന്മാരെ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. അതിർത്തിയിൽ സൈന്യം ഏറ്റുമുട്ടൽ തുടരുന്നു. തായ് ഗ്രാമത്തിലേക്ക് കംബോഡിയ റോക്കറ്റ് ആക്രമണം നടത്തിയതാണ് പ്രകോപനത്തിനു കാരണമെന്ന് തായ്ലൻഡ് കുറ്റപ്പെടുത്തി. എന്നാൽ തായ്ലൻഡ് നടത്തുന്നത് സായുധ അധിനിവേശമാണെന്ന് കംബോഡിയൻ പ്രധാനമന്ത്രി ഹുൻ മാനെ ആരോപിച്ചു. കംബോഡിയയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് തായ്ലൻഡ് ആക്രമണം നടത്തിയത്. സംഘർഷബാധിത പ്രദേശങ്ങളിലെ സ്കൂളുകൾക്ക് തായ്ലൻഡ് അവധി പ്രഖ്യാപിച്ചു. സംഘർഷത്തിൽ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ആശങ്ക പ്രകടിപ്പിച്ചു. ഇരു രാജ്യങ്ങളുടെയും നേതാക്കളുമായി സംസാരിക്കുമെന്നും മലേഷ്യ. തായ്ലൻഡും കംബോഡിയയും അംഗങ്ങളായ തെക്കുകിഴക്കൻ ഏഷ്യൻ കൂട്ടായ്മ ആസിയാന്റെ നിലവിലെ അധ്യക്ഷൻ മലേഷ്യയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. സസ്പെൻഡ് ചെയ്ത് 9ാം മാസം എൻ പ്രശാന്ത് IAS-നെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. പ്രശാന്തിന്റെ വിശദീകരണം തള്ളിയ സർക്കാർ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖൊബ്രഗഡയെ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിച്ചു. താൻ ഉന്നയിച്ചത് അധിക്ഷേപമല്ലെന്നും വസ്തുനിഷ്ഠമായ ആരോപണങ്ങളാണെന്നും എൻ പ്രശാന്ത് പ്രതികരിച്ചു. 3 തവണ സസ്പെൻഷൻ നീട്ടിയ ശേഷമാണ് എൻ പ്രശാന്തിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖൊബ്രഗഡയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. 3 മാസത്തിനകം പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഉത്തരവ്. പ്രശാന്ത് കുറ്റപത്ര മെമ്മോയ്ക്ക് നൽകിയ മറുപടി തള്ളുന്നതായും അന്വേഷണ ഉത്തരവിലുണ്ട്. മെമ്മോയിലെ കുറ്റങ്ങൾ എല്ലാം പ്രശാന്ത് നിഷേധിച്ചെങ്കിലും അതിന് പറയുന്ന ന്യായങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഉത്തരവിൽ പറയുന്നത്. നിലവിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകനെതിരെയും കെ ഗോപാലകൃഷ്ണ IAS-നെതിരെയും അഴിമതിയും ഗൂഢാലോചനയും ഉൾപ്പെടെ ആരോപിച്ചായിരുന്നു പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിന് പിന്നാലെയായിരുന്നു സസ്പെൻഷൻ. താൻ നടത്തിയത് അധിക്ഷേപമല്ലെന്നും വസ്തുനിഷ്ഠമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചതെന്നും പ്രശാന്ത് പ്രതികരിച്ചു. IAS പോരെന്നും അധിക്ഷേപമെന്നും വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രശാന്ത് ആരോപിച്ചു.
ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട കീഴുദ്യോഗസ്ഥരെ അന്വേഷണം ഏൽപ്പിച്ചതിനെതിരെയും ആക്ഷേപമുണ്ട്. 24 തിരുവനന്തപുരം. ഇതോടെ വാർത്താമഴ പൂർത്തിയാവുന്നു. നാളെ ഇതേ സമയം. നമസ്കാരം.